ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് ആൻഡ് വേവ് മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷന് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് വേവ് മെക്കാനിക്സിലേക്കുള്ളൊരു ട്രാൻസിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ലെറ്റ് കൺസിഡർ എ സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റം. ഒരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ആണ്. സോ ഇഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്താണ്? ടോട്ടൽ ഹാമിൽട്ടോണിയൻ വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു total energy. So we have the HJ equation or Hamilton-Jacobi equation, H plus dou S by dou T equal to 0. Okay, equation number 1 ആയിട്ട് കൊടുക്കുക. അതിൽ S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷനും അതേപോലെ വി നോ ദാറ്റ് ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പോൾ രണ്ടും എസും ഡബ്ല്യൂയും കൂടി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എസ് ഓഫ് ക്യൂ കെ കോമ ടി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ക്യൂ കെ മൈനസ് ഇ ടി അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. ഇനി ഇതൊന്ന് എന്ത് ചെയ്യുകയാണ്? നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എസ് ബൈ ഡോ ക്യൂ കെ കാണും. അപ്പോൾ ഡോ എസ് ബൈ ഡോ ക്യൂ കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പി കെ കിട്ടും. അതേപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ കെ ചെയ്താൽ, കാരണം എന്താ? ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ കെ ആണ്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ കെ ചെയ്താൽ നമുക്ക് പി കെ തന്നെയാണ് കിട്ടുക. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. സോ ദ ടൈം ഇൻഡിപെൻഡൻറ്റ് എച്ച് ജെ ഇക്വേഷൻ എന്തായിട്ട് വരും? ടൈം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ so h is a function of qk, h is a function of qk dou s by dou qk only, not t. That is equal to e. Put it as equation number 3 and we know that dou s by dou t equal to minus e. So നമുക്ക് എങ്ങനെ എഴുതാം? if we use Cartesian coordinate, dou s by dou t എന്ന് പറഞ്ഞാൽ മൈനസ് ഇ ആയതുകൊണ്ടാണ് ഇവിടെ ഇ എന്ന് നമ്മൾ ഇട്ടത്. ഓക്കെ, ദെൻ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂ കെക്ക് പകരം, അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന് പകരം ആര് വരും? എക്സ് വൈ സെറ്റ് വരും അല്ലേ? അപ്പോൾ വി ക്യാൻ റൈറ്റ് പി എക്സ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, പി വൈ ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, പി സെഡ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ കെ ആണ് പി കെ, നമ്മൾ ഓൾറെഡി കണ്ടു. സോ നമ്മളതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വെക്റ്റർ പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, വെക്റ്റർ പി എന്താണ്? ഐ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ സ്മോൾ ഡെല്ല് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഡെല്ലാണ്. സോ ഡെൽ ഡബ്ല്യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു ഡെൽ ഡബ്ല്യു. അതിൻ്റെ മീനിങ് എന്താണ്? പിയുടെ ഡയറക്ഷൻ, പി ഹാസ് ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡബ്ല്യു സർഫസ്. ഡബ്ല്യു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സപ്പോസ് ദ പാർട്ടിക്കിൾ ഹാസ് മാസ് എം ഉള്ള പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്തത് ആൻഡ് മൂവിങ് ഇൻ എ പൊട്ടൻഷ്യൽ വി. ദെൻ നമുക്ക് ഹാമിൽട്ടോണിയൻ എങ്ങനെ എഴുതാം? ടി പ്ലസ് വി ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് പി സ്ക്വയർ ബൈ 2m പ്ലസ് വി. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽ ഡബ്ല്യു. അപ്പോൾ മോഡ് ഡെൽ ഡബ്ല്യു സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് വി എന്ന് വരും. സോ ഇക്വേഷൻ 3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡെൽ ഡബ്ല്യു മോഡ് സ്ക്വയർ ബൈ 2m പ്ലസ് വി ഈസ് ഈക്വൽ ടു ഇ. ഇതിന്ന് ഡെൽ ഡബ്ല്യു നമുക്ക് കാണാമല്ലോ. ഡെൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4. അതിലെങ്ങനെയാണ് ഡെൽ ഡബ്ല്യു സ്ക്വയർ എങ്ങനെ വരും? ഇതിന് ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് സ്ക്വയർ. ഓക്കെ, നൗ ലെറ്റ് us calculate the wave or phase velocity u of this. നമ്മൾ നേരത്തെ പറഞ്ഞു മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഡബ്ല്യുവിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഡബ്ല്യു ഒരു കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബ്ല്യു സർഫസ്, ഡബ്ല്യു സർഫസിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിരിക്കും? പി എന്ന് പറഞ്ഞാൽ. സോ പാത്ത് ഓഫ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് നോർമൽ ടു ഡബ്ല്യു സർഫസസ്. ഓക്കെ, സോ ഇതെങ്ങനെയാണ്? ദിസ് ഈസ് സിമിലർ ടു മോഷൻ ഓഫ് റേസ് നോർമൽ ടു ദ വേവ്സ് സർഫസസ് ഇൻ ഒപ്റ്റിക്സ്. അപ്പോൾ ഒപ്റ്റിക്സിലുള്ള വേവ് സർഫസസിന് എങ്ങനെയാണോ റേ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എന്ത് നമ്മുടെ ഈ പാർട്ടിക്കിളിൻ്റെ പാത്ത് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡബ്ല്യു സർഫസസ്. സോ ദ പാർട്ടിക്കിൾ മോഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് സം ഫോം ഓഫ് വേവ് ഫംഗ്ഷൻ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വേവ് മോഷൻ്റെ അല്ലെങ്കിൽ ഒരു വേവിൻ്റെ എന്താണ് ഫേസ് വെലോസിറ്റി യു എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫേസ് വെലോസിറ്റിനെ അല്ലെങ്കിൽ വേവ് വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് വെലോസിറ്റി ആൻഡ് പാർട്ടിക്കിൾ വെലോസിറ്റി. സോ കൺസിഡർ we know s of qk comma t, that is Hamilton's principal function എന്ന് പറഞ്ഞാൽ w of qk minus et ആണ്, or s is equal to w minus et. Put it as equation number 5 at a time t equal to 0. and initially എന്താണ് നമ്മുടെ എസ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? s of 0
that is equal to W prime. Say it is W prime. Okay, at initially. അതായത് ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ്ങിൽ എന്താണ് സർഫസ് എങ്ങനെയാണ് എസ് ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W പ്രൈം ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. എസ് ഓഫ് സീറോ ഈക്വൽ ടു W പ്രൈം കോയിൻസൈഡ് വിത്ത് ദ സർഫസ് W ഈക്വൽ ടു W പ്രൈം. ആഫ്റ്റർ ടൈം ഡി ടി, കുറച്ച് സമയം കഴിഞ്ഞാൽ എസ് ഓഫ് സീറോ എന്തായിട്ട് മാറി, എസ് ഓഫ് ഡി ടി ആയിട്ട് മാറി. അതാണ് നമ്മുടെ എന്ത് സർഫസ് W പ്രൈം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. അത് ഏതുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? കോയിൻസൈഡ് വിത്ത് ദ സർഫസ് W ഈക്വൽ ടു W പ്രൈം പ്ലസ് ഒരു DW കൂടെ വരും. ദാറ്റ് ഈസ് W പ്രൈം പ്ലസ് EDT. വേർ എസ് ഓഫ് ഡി ടി ഈക്വൽ ടു W പ്രൈം പ്ലസ് EDT മൈനസ് EDT, അതായത് W പ്രൈം തന്നെയാണ്. എസ് ഓഫ് ഡി ടി ഈക്വൽ ടു W പ്രൈം. സോ അതിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യലി എന്താണ് കോയിൻസൈഡ് ചെയ്യുന്നതും ആഫ്റ്റർ എ ടൈം ഡി ടി എന്താണ് ഈ ഒരു എന്താണ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഒരു ടൈം ഡി ടിയുള്ള ഇന്ന ടൈം ഡി ടി സർഫസ് എസ് എന്തായിരുന്നു, എസ് ഈക്വൽ ടു W പ്രൈം ആയിരുന്നു. ഹാസ് മൂവ്ഡ് ഫ്രം W ഈക്വൽ ടു W പ്രൈമിന് ഇതിലേക്ക് മാറി W ഈക്വൽ ടു W പ്രൈം പ്ലസ് EDTയിലേക്ക് മാറി ഇൻ ഓർഡിനറി സ്പേസ്. ദാറ്റ് ഈസ് DW ഈക്വൽ ടു EDT. So the motion of the surface with the constant s in time is similar to the propagation of a wavefront in space. Wavefrontന് സിമിലർ ആണ്, വേവ്ഫ്രണ്ടിൻ്റെ മോഷന് സിമിലർ ആണ്. സോ if ds is perpendicular to ഏതിന് പെർപെൻഡിക്കുലർ ആണ്, ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ wavefront s moves in dt time. wavefront s ഒരു dt ടൈമിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ ആണ് ds എന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് phase velocity u is equal to ds by dt. okay, so we can write dw is equal to dou w by dou s into ds ആണ്. സോ അതിൽ dou w by dou sൻ്റെ വാല്യൂ എന്താണ്, മോഡ് del w ds. so we can write മോഡ് del w is equal to dw by ds അല്ലേ. ഇതിനെ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. gives the maximum rate of change of w along the normal vector p. so from 6 and 7 അതായത് we can write mod del w ds is equal to EDT. from that ds by dt is equal to E by mod del w. from that എന്താണ്, phase velocity u is equal to E by mod del w. ഈ mod del wൻ്റെ വാല്യൂ നമുക്കറിയാം, E by root of 2m into E minus v. സോ ഇതാണ് നമ്മുടെ phase velocity u എന്ന് പറഞ്ഞാൽ. ഇനി ബട്ട് നമുക്കറിയാം E is equal to t plus v ആണ്. t എന്ന് പറഞ്ഞാൽ E minus v ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് mv². അപ്പോൾ നമ്മളെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിലാണെങ്കിൽ u ഈസ് ഈക്വൽ ടു E by root of 2m into half mv² എന്ന് വരും അല്ലേ. E minus v എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E by p or E by mv. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വിയും ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ വെലോസിറ്റി v ആൻഡ് ഫേസ് വെലോസിറ്റി u.